അപ്പോൾ സെക്കൻഡ് ഗിയറിൽ 80 വരെ കയറി. അപ്പം വളരെ കണ്ടോ 20.6 ആണ്. കാരണം ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയിട്ട് ഞാൻ അത് ഫസ്റ്റ് ഗിയറിലാണ് ഓട്ടോമാറ്റിക്കിലാണ് ഇട്ടേക്കുന്നത്. ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തു, വണ്ടി പുറമോട്ടൊന്നും പോകുന്നില്ല. അപ്പം നമുക്കതൊരു നല്ല കാര്യമാണ്. ഒരു 3 സെക്കൻഡാണ് നമുക്ക് ആ ഒരു. ഇനി ഇതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഒന്ന് നോക്കാൻ വേണ്ടി ഇതാണ് ബ്രേക്ക് എടുത്തത്. ഇതുണ്ടോ മാനുവൽ ഇട്ടെന്ന് പറഞ്ഞാലും എൻജിൻ ഓഫ് ആയിട്ടില്ല, വണ്ണേ തന്നെ വന്നത്. ഇതിനകത്ത് ആക്സിലേറ്ററിൽ ഒരു ചെറിയൊരു സെൻസർ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഹാർഡായിട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ ഡൗണിലേക്ക് പോകും. ഇപ്പം 5th പോകുന്നത്, 5ാമത്തെ ഗിയറിലാണ് പോകുന്നത്. നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിയർ. ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുത്തനെ കയറ്റമാണ്. ഞങ്ങൾ 3 പേരെ വെച്ച് വണ്ടി ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ മാരുതിയുടെ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഫ്രോൺസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ ലുക്ക് വരുമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു സിമിലറായിട്ട് വരുന്നത് വെച്ചാൽ ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു ലുക്കാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിലെ ആ ഒരു DRL സ്ട്രിപ്പൊക്കെ വരുന്നത് വെച്ചാൽ ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു കോമ്പാക്ട് ലുക്കാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വരുന്ന സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്, വലിയ ഗ്രിൽ പോർഷൻ വരുന്നുണ്ട്, പിന്നെ നീണ്ടു നിൽക്കുന്ന LED ലൈറ്റ്സ് ആണ് വരുന്നത്. അത് നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിൽ സെയിം കണ്ടിട്ടുണ്ട്, അതേ സെയിം ലുക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു വേരിയൻറ്റ് വരുമ്പോൾ ഇവിടെ 360 ക്യാമറ വരുന്നില്ല, ബാക്കിയെല്ലാം അത്യാവശ്യം ലുക്കാണ്. പിന്നെ ഇവിടെ വരുന്നത് വെച്ചാൽ നമുക്ക് ലൈറ്റ്സ് വരുന്നുണ്ട്, അത് LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഒരു 3 സ്പോക്ക് ലൈറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മറ്റ് വേരിയൻറ്റ് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഡിഫറെൻറ്റ് ലൈറ്റാണ് വരുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ്. ഇനി വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ സൈഡിൽ നിന്ന് കാണുമ്പോൾ മാരുതി ബലീനോയുടെ ഒരു സിമിലർ ലുക്കാണ് വണ്ടിക്ക് വരുന്നത്. പക്ഷേ ഇതിന് കുറച്ചുകൂടി ഒരു സ്പോട്ടി ആക്കിയിട്ടുണ്ട്. കാരണം ഇതിന് റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട്, ഇതിൻ്റെ എഡ്ജൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി ഒരു സ്പോട്ടി ലുക്കാണ്. ബട്ട് ഒരു സൈഡ് വൈസ് ഒരു കറക്റ്റ് ഇത് നോക്കുമ്പോൾ നമുക്ക് ബലീനോയുടെ സൈഡിൽ നിന്ന് ഒരു കോമ്പാക്ട് ബലീനോയുടെ ഒരു ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ആയിട്ട് ഇതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ ആണെങ്കിലും വളരെ സ്പോട്ടി ലുക്കാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ വണ്ടി ഒരു അടിപൊളി വണ്ടി തന്നെയാണ്. ഇനി വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലെ ലുക്ക് കുറച്ച് ക്ലോസറായിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ നോക്കുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും DRLസും ഒരേ ഒരു ലൈറ്റ് തന്നെയാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഗ്രാൻഡ് വിറ്റാരയുടെ സെയിം ലുക്ക് തന്നെയാണ് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ഡിസൈനിങ്ങിലൊക്കെ വന്നിരിക്കുന്നത്. സെയിം 3 സ്പോക്ക് LED ആയിട്ടാണ് വന്നിരിക്കുന്നത്. താഴെയായിട്ട് ഒരു 3 സ്പോക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്, അതും LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഇത് ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ആണ്, അപ്പോൾ അതിന് LED ലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് സൈഡിലെന്ന് വെച്ചാൽ ആ സുസുക്കിയുടെ ലോഗോയും ആ ഒരു വലിയ ഗ്രിൽ പോർഷനൊക്കെ വരുന്നത്, താഴെ എയർ ഡാം പോർഷനും ഒക്കെ വരുന്നുണ്ട്. ഇനി വണ്ടിയുടെ ബാക്ക് സൈഡിലെ ലുക്ക് വരുമ്പോൾ വെച്ചാൽ ഒരു സ്പോർട്ടി ബലീനോയുടെ ലുക്കാണ് വരുന്നത്. പക്ഷേ ടെയിൽ ലാമ്പ് യൂണിറ്റ് എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ താഴെ തന്നെ ഒരു നീണ്ടു നിൽക്കുന്ന ടെയിൽ ലാമ്പ് യൂണിറ്റും സുസുക്കിയുടെ ലോഗോയും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നില്ല. പിന്നെ ഡിഫോഗേഴ്സും ബ്രേക്ക് ലാമ്പ് യൂണിറ്റും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ലൈറ്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു സ്പോട്ടി ലുക്ക് തരുന്നുണ്ട്. നമ്മൾ ഗ്രാൻഡ് വിറ്റാരയുടെ ആ ഒരു ഡിസൈൻ അല്ല, കുറച്ച് ഡിഫറെൻറ്റ് ഡിസൈനാണ്. LED ലൈറ്റ്സും റിവേഴ്സ് ലൈറ്റ്സും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴാണെങ്കിലും നമുക്കിവിടെ ഫ്രോൺസ് എന്ന് പറഞ്ഞ ലോഗോയും ഇവിടെ സെൻസേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴത്തെയൊക്കെ ഒരു ഡുവൽ ടോൺ കളറിലാണ്, ഒരു സ്പോട്ടി ലുക്ക് തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പുഷ് ചെയ്തിട്ട്, ഇവിടെ അല്ല താഴെയായിട്ട് മാറിപ്പോയി, ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഇത് ബാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ബൂട്ട് സ്പേസ് ഏരിയ ആണ്, അതായത് 308 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ഏരിയ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തായിട്ട് തന്നെയാണ് ഇതിൻ്റെ സ്പെയർ ടയേഴ്സും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലെ സീറ്റും കൂടെ ഫോൾഡ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് ലഭിക്കുന്നതാണ്. പിന്നെ ക്ലോസ് ചെയ്യാനാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിവിടെ പുള്ളി ചെയ്ത് ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വണ്ടിക്കകത്ത് കയറി. അപ്പോൾ ആഘോഷം എന്ന് വെച്ചാൽ വളരെ പ്രീമിയം ലുക്കാണ് വരുന്നത്, ഒന്നും തന്നെ പറയാനില്ല. കാരണം പെട്ടെന്ന് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ മാരുതി സുസുക്കിയുടെ വണ്ടികളിൽ കോമൺ ആയിട്ട് വരുന്ന അതേ സ്റ്റിയറിംഗ് വീല് തന്നെയാണ് വരുന്നത്. നമുക്ക് ബലീന മുതൽ അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റ എല്ലാത്തിലും വന്ന അതേ ഒരു സ്റ്റിയറിംഗ് വീൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ സ്റ്റിയറിംഗിൽ നമുക്കിവിടെ ഒരു ജസ്റ്റ് ഒരു കളർ ടോൺ ചേഞ്ച് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ അങ്ങനെ ലെതർ റാപ്പ് ഒന്നും വരുന്നൊന്നുമില്ല, നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കൺട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വോളിയം കൺട്രോൾ, അതുപോലെ കോൾ എടുക്കാനുള്ള സ്വിച്ചസ്, ഇൻസ്ട്രുമെന്റ് പ്ലസ് ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേ രണ്ടും കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ മീറ്റർ കൺസോളിലോട്ട് വരുമ്പോഴും നമ്മുടെ മാരുതിയുടെ വണ്ടികളിൽ കണ്ടുവരുന്ന അതേ ഒരു ഡിസൈനിലാണ് വരുന്നത്. സ്പീഡോമീറ്റർ, RPM മീറ്ററും അതിൻ്റെ കളർ ടോണിലൊക്കെ ചെറിയ ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട്, ഞാനത് കാണിക്കാം. പിന്നെ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, അതുകൊണ്ടാണ് N എന്ന് വന്നിരിക്കുന്നത്.
ഇത് ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. 1.2 ലിറ്ററാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇത്രയാണ് വരുന്നത്. ഇനി ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേയിലോട്ട് വരുമെന്ന് വെച്ചാൽ 7 ഇഞ്ചിൻ്റെ ഒരു ഫുള്ളി ടച്ച് ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതിൽ എല്ലാത്തരം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ നമ്മൾ മാരുതിയുടെ വണ്ടികളിൽ കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് തന്നെയാണ്. അതിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടെ സൈഡിലൊക്കെ കുറച്ചുകൂടെ ഒരു ബെസൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അത്രയുമാണ്. താഴോട്ട് വരുമ്പോൾ അതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു AC വെൻ്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു പോർഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു കാർബൺ ഫൈബർ ടെക്സ്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ കുറച്ച് അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് വളരെ അട്രാക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. താഴോട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചസ് ആണ് വന്നിരിക്കുന്നത്. താഴോട്ട് വരുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ്. അതിൻ്റെ സ്വിച്ചസ് ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ കോമൺലി കണ്ടാണ് ഗ്രാൻഡ് വിറ്റാര അതുപോലത്തെ വേരിയൻസ് ഒക്കെ കണ്ട ഒരു സ്വിച്ച് ഡിഫറൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ നമുക്കൊരു USB ചാർജിങ് സോക്കറ്റ്, അതുപോലെ 12V ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഇവിടെ മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാൻ ധാരാളം സ്പേസ് ഉണ്ട്. 2, 3, 4 ഫോൺ വെക്കാവുന്നതാണ്. ഇവിടെ ആയിട്ട് 2 കപ്പ് ഹോൾഡർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ ഭംഗിയായിട്ടുള്ള വളരെ ഒരു വളരെ സ്മോളായിട്ടുള്ള ഒരു ഗിയർ ലെവലാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ അധികം ഹൈറ്റ് ആയിട്ടൊന്നുമില്ല, വളരെ ഷോർട്ടാണ്. ബട്ട് ഒരു കോമ്പാക്റ്റ് ഒരു അടിപൊളി ലുക്കാണ്. കാരണം ഒരു ലെതർ റാപ്ഡ്, അതുപോലെ തന്നെ ഒരു ഡുവൽ ടോൺ സിൽവർ ഫിനിഷ്ഡ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് മോഡ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു നമുക്ക് കീ ഒക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് അത്ര സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അത്രയാണ് ബേസിക്കായിട്ട് വരുന്നതെന്ന് വെച്ചാൽ. പിന്നെ ഇതിൻ്റെ ഗ്ലൗ ബോക്സ് വരുമ്പോൾ കുറച്ച് താഴെയായിട്ടാണ്. അത്യാവശ്യം ഡീസൻറ്റ് സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ വരുമ്പോഴും ഒരു ഡുവൽ ടോൺ കളറാണ് വന്നിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ മിറർ എന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ലൈൻസും അത്ര കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട് സൈഡിലെ ലുക്ക് എന്ന് വെച്ചാൽ അടിപൊളി ലുക്ക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻറ്റ് വരുമ്പോൾ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേയും കൂടെ അവൈലബിൾ ആണ്. ടോപ്പ് ആൻഡ് വേരിയൻറ്റ് വരുമ്പോൾ ഇത് ടോപ്പ് ആൻഡ് വേരിയൻ്റ് അല്ല. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് സ്വിച്ച് ട്രാക്ഷൻ ഓഫ് ചെയ്യാൻ, അതുപോലെ ഓട്ടോമാറ്റിക് ഓഫ് എന്ന് വെച്ചാൽ നമുക്ക് ഈ സിഗ്നലിലൊക്കെ പോയി കിടക്കുന്ന ടൈമിൽ ഒരു 5 to 10 സെക്കൻഡ് ഒക്കെ നമ്മൾ മൂവ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഓഫ് ആകും. നമ്മൾ വീണ്ടും ക്ലച്ച് അമർത്തുമ്പോൾ ഓൺ ആകുന്നതാണ്. ആ ഒരു ബട്ടനാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് ഉള്ളൊരു ബീഡിങ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ്, പവർ വിൻഡോയുടെ സ്വിച്ചസ്, ഓട്ടോമാറ്റിക് പവർ വിൻഡോയുടെ സ്വിച്ചസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡുവൽ ടോൺ ടെക്സ്ചറാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഡുവൽ ടോൺ കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ താഴോട്ട് വരുമെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് നമുക്ക് ബോട്ടിൽ വാട്ടർ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നീണ്ട ഒരു 1, 2, 3 ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അത്രയൊക്കെയാണ് ഓവറോൾ പറയാനുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് റോ സീറ്റ് കയറി. അപ്പം സീറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സപ്പോർട്ടീവായിട്ടുള്ള സീറ്റാണ് വരുന്നത്. നല്ല സപ്പോർട്ടീവായിട്ടുള്ള സീറ്റാണ്. അത്യാവശ്യം ഒരു ഡുവൽ ടോൺ കളറിലാണ് വന്നിരിക്കുന്ന സീറ്റ്. പിന്നെ എന്ന് വെച്ചാൽ ടോപ്പ് ആൻഡ് വേരിയൻ്റ് വരും. നമുക്കിവിടെ ഹാൻഡ് റെസ്റ്റും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് വരുമെന്ന് വെച്ചാൽ ഒരു 12V ചാർജിങ് സോക്കറ്റും അതുപോലെ തന്നെ മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ AC വെൻ്റ് വരുന്നില്ല, ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. അതായത് ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് വരുന്നില്ല. ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻറ്റ് വരുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ചൂടിൻ്റെ കണ്ടീഷനും ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞാലും ചൂടിൻ്റെ കണ്ടീഷനൊക്കെ അനുസരിച്ച് ഉച്ച സമയത്ത് 5 പേരൊക്കെ ഉണ്ടെന്നുണ്ട്. ബാക്കിൽ AC വെൻ്റ് ഉണ്ടായിരുന്നെ കുറച്ചുകൂടെ പെട്ടെന്ന് കൂളായി വരുന്നത്. ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ്, അതായത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഇതിനൊരു പ്രൈസ് റേഞ്ച് വരുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 6 to 16 lakhs വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് വരുമെന്ന് വെച്ചാൽ മാരുതിയിൽ വളരെ കംഫർട്ടബിൾ ആയി നമ്മൾ സിറ്റി ഡ്രൈവിലൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി നോക്കുവാണെന്നുണ്ട് ഇതൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. കാരണം ഇപ്പം തന്നെ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അതോടൊന്ന് കാണിച്ചു കണ്ടോ 20.6 ആണ്. കാരണം ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയിട്ട് ഞാനിപ്പോൾ അത്യാവശ്യം ലോങ് ഡ്രൈവ് ഒന്നുമല്ല, കുറച്ച് ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും 20.6 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ മൈലേജ് സുഖമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു ഫ്യൂൽ എഫിഷ്യൻസി നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എനിക്ക് വലിയ ലാഗ് ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്നുണ്ട്.
ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 1.2 ലിറ്റർ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വരുമ്പോൾ അതിൽ 5 ഗിയർ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഇതിൻ്റെ തന്നെ 1 ലിറ്റർ ഓട്ടോമാറ്റിക് വരുമെന്ന് വെച്ചാൽ അതിൽ 6 ഗിയർ ട്രാൻസ്മിഷൻ ആണ്. പിന്നെ രണ്ടിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ വരുമെന്ന് വെച്ചാൽ 5 ഗിയർ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിന് കിട്ടുന്ന മാക്സിമം പവർ എന്ന് വെച്ചാൽ 80 PS at 6000 RPM. അതുപോലെ തന്നെ ഇതിന് കിട്ടുന്ന മാക്സിമം ടോർക്ക് എന്ന് വെച്ചാൽ 130 ന്യൂട്ടൺ മീറ്റർ at 4400 RPM ആണ്. ഇനി എൻ്റെ ഡ്രൈവിംഗ് ഫീലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ഹാൻഡ്ലിംഗ് ആണ്. സിറ്റി യൂസിലാണെങ്കിലും ട്രാഫിക്കിലൊക്കെ ആണെങ്കിലും ഹൈവേയിലാണെങ്കിലും വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ ലാഗ് ഒന്നും ഫീൽ ചെയ്യാതാണ്. അത്യാവശ്യം ഞങ്ങൾ 3 പേരെ വെച്ച് വളരെ കൂളായിട്ടാണ് പോയത്. ഇപ്പോൾ വണ്ടിയുടെ ഒരു ടോപ്പ് സ്പീഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഇത് വരുന്നതെന്ന് വെച്ചാൽ 1.2 ലിറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ 80 വരെ കയറി. അപ്പം വളരെ സ്മൂത്തായിട്ട് ഒരു 60 വരെ കയറി, അതും സെക്കൻഡ് ഗിയറിൽ. ഇനി ഞാൻ ഒന്നുകൂടെ ഇപ്പം വണ്ടി 4ത്തിലാണ് ചവിട്ടി എടുക്കുവാണ്. ഇപ്പം വണ്ടി സെക്കൻഡ് ഗിയറിലാണ്. ഇപ്പം 80 കഴിഞ്ഞു. അങ്ങനെ വണ്ടി 100 എത്തി. അടുത്ത വളവെത്തി. അതുകൊണ്ട് അങ്ങനെ വണ്ടി ഒരു 100 കിലോമീറ്റർ സ്പീഡിലെത്തിയിട്ടും വണ്ടി വളരെ സ്റ്റേബിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വണ്ടിക്കകത്ത് അത്യാവശ്യം 3 പേരുണ്ടായിരുന്നു. എന്നാലും വണ്ടി അത്യാവശ്യം വളരെ സ്റ്റേബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു 100 വരെ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് നമ്മൾ കയറ്റം നിർത്തിയിട്ട് എടുക്കുമ്പോൾ ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ കാണിക്കാം. അപ്പോൾ അത് ഫസ്റ്റ് ഗിയറിലാണ്, ഓട്ടോമാറ്റിക്കിലാണ് ഇട്ടേക്കുന്നത്. ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തു. വണ്ടി പുറമോട്ടൊന്നും പോകുന്നില്ല. അപ്പം നമുക്കതൊരു നല്ല കാര്യമാണ്. ഒരു 3 സെക്കൻഡാണ് നമുക്ക് ആ ഒരു ടൈം ലഭിക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ വണ്ടി പതുക്കെ ബാക്കിലോട്ടാകും. പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് പിന്നെ കാല് കൊടുത്താൽ മതി. പിന്നെ കമ്പനി ക്ലെയിം ചെയ്യുന്ന ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി ലഭിക്കാൻ വേണ്ടി നമുക്കൊരു ആവറേജ് RPM, അതുപോലെ തന്നെ ഒരു സ്പീഡ് റേഞ്ചിൽ ഒരു 60 to 70, 80 അതിനുള്ളിലെ സ്പീഡ് റേഞ്ചിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസി ലഭിക്കുന്നതാണ്. ഞാൻ ആവറേജ് എനിക്ക് ഓടിച്ചപ്പോൾ എനിക്കൊരു 80/21 ആണ് ലഭിച്ചത്. ഞാൻ ഓൾറെഡി വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും മോശമില്ലാത്ത ഒരു ഫ്യൂൽ എഫിഷ്യൻസിയാണ്. നമ്മൾ ആ ഒരു ഡ്രൈവിംഗ് ഫീൽ വെച്ച് ഞങ്ങൾ 3 പേര് വെച്ച് ഓടിച്ചിട്ട് ആ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയാണ് ലഭിച്ചത്. അതും ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് 1.2 ലിറ്റർ. പിന്നെ വണ്ടിക്ക് ഇത്രയും ഫ്യൂൽ എഫിഷ്യൻസി ലഭിക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി ആളെ വെച്ച് കയറ്റമൊക്കെ കയറുന്ന സമയത്ത് വലിയ ലാഗ് വരുമോ എന്നറിയാൻ എൻ്റെ അടുത്തുള്ള അത്യാവശ്യം നല്ലൊരു കയറ്റം ഞാൻ കയറി നോക്കി. അപ്പം എനിക്ക് ഓടിച്ചപ്പം വലിയ ലാഗായിട്ട് ഫീൽ ചെയ്തില്ല. ഇനിഷ്യലി ഒരു പഞ്ച് പോലും വന്നു. പിന്നെ ഒരു മിഡ് റേഞ്ചിൽ ഞങ്ങൾ 3 പേര് വെച്ചിട്ടാണ് വണ്ടി സുഖമില്ലാത്ത വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റും. ആ ഒരു സ്പീഡിൽ കയറിപ്പോയി. ബട്ട് കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് എന്ന് വേണം അതിനെ പറയാൻ. ബട്ട് 5 പേരും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലഗേജ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ലാഗ് ഫീൽ ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും. കാരണം 1.2 ലിറ്റർ ആണ് വരുന്നത്. പിന്നെ 1 ലിറ്റർ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ഇനിഷ്യൽ പഞ്ച് വരുന്നതാണ്. പിന്നെ ഇത് കുറച്ച് മോശമായ വഴികളാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ എന്ന് വെച്ചാൽ അത്യാവശ്യം ബെറ്ററായിട്ട് തോന്നി. നമുക്ക് ഒരു സിറ്റി റൈഡിലോ അതുപോലെ തന്നെ ഇതുപോലത്തെ മോശമായ വഴികളും വലിയ രീതിയിലുള്ള നമുക്ക് ആ ഒരു ഗട്ടറൊന്നും നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു സസ്പെൻഷനൊക്കെ വെച്ചിരിക്കുന്നത്. കാരണം മാരുതിയുടെ വണ്ടികളെന്ന് വെച്ചാൽ എപ്പോഴും എല്ലാത്തിൻ്റെ ഒരു ബാലൻസ്ഡ് ഫോമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം അത്യാവശ്യം ഒരു പെർഫോമൻസും നമുക്ക് ലഭിക്കും, അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസിയും പിന്നെ റൈഡിങ് കംഫർട്ടും യാത്രാസുഖവും എല്ലാം ലഭിക്കുന്നതാണ്. പിന്നെ ഒരു ടോപ്പ് എൻഡ് പെർഫോമൻസ് എന്ന് നോക്കുമ്പോൾ നിങ്ങൾ 1 ലിറ്റർ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇത്രയൊക്കെയാണ് വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്. ഇനി ഞാൻ ഒരു കസ്റ്റമർ, അതായത് എൻ്റെ ഒരു ഫ്രണ്ട് വണ്ടി ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിലാണ്. ഒരു ടെസ്റ്റ് ഡ്രൈവ് ഇനിഷ്യലി ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ്. ഒരു എരപ്പ് പോലെ അല്ലേ, അത് സത്യം പറഞ്ഞു. ഹാർഡായിട്ട് കൊടുക്കല്ലേ ആക്സിലേറ്റർ, ആക്സിലേറ്ററിൽ ഒരു ചെറിയൊരു സെൻസർ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഹാർഡായിട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ ഡൗണിലേക്ക് പോകും. ഇപ്പം 5th-ലാണല്ലോ പോകുന്നത്, 5ാമത്തെ ഗിയറിലാണ് പോകുന്നത്. നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിയർ ചേഞ്ച് ചെയ്തില്ലേ, പെട്ടെന്നൊന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ വീണ്ടും ഡൗണിലേക്ക് പോകും, 4th-ലേക്ക് പോകും. നോർമൽ സ്റ്റേജിൽ നമ്മൾ കാല് കൊടുത്ത് പോവുകയാണെങ്കിൽ അതേ സ്പീഡിൽ തന്നെ പോകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു. ഓടിച്ചിട്ട് നിനക്ക് എന്തോ തോന്നുന്നു? വളവിന് മാത്രം നീ ഒന്ന് വളവ് തിരിക്കാനാണല്ലോ ഞാൻ ഈ പോകുന്നത്. ആണോ? പക്ഷെ ഇവിടെ ജംഗ്ഷനും ഉണ്ട്, അതുകൊണ്ട് ഒന്ന് ഹോണോട്
മറ്റേ വളച്ച പോലെ എനിക്കിത് വളയ്ക്കാനൊരു പേടി. വളച്ചേക്കട്ടെ. അവൻ അടിച്ചിട്ട് വളച്ചോ അപ്പുറത്തുനിന്ന്. നമുക്ക് ബ്രേക്ക് പിടിക്കാൻ വരും. ബ്രേക്ക് പിടിക്കാൻ പറയണേ, അത് പിടിച്ചോണ്ടിരിക്കാം. പുറകെ വണ്ടിയൊന്നുമില്ല, ചവിട്ടിക്കോ. ഇതാണ് ബ്രേക്ക് എടുത്ത്. ഇതുണ്ടോ മാനുവൽ ഇട്ടെന്ന് പറഞ്ഞാലും എഞ്ചിൻ ഓഫ് ആയിട്ടില്ല, വണ്ണേ തന്നെ വന്നു നിന്ന്. ബ്രേക്കിംഗ് കുഴപ്പമില്ല. ഇപ്പോൾ കണ്ടെന്ന് വെച്ചാൽ കസ്റ്റമറിന് ഇനിഷ്യലി കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഇനിഷ്യലി ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ്. പിന്നെ ഇത്രയൊക്കെയാണ് വണ്ടിയെ പറ്റി ഓവറോൾ പറയാനുള്ളത്. സോ ഇപ്പം ഞാൻ ഓടിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഓടിച്ചത് ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. മാരുതി ഫ്രോൺസിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വേരിയൻ്റ് ആണ് ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ ഇനിഷ്യലി ആ ഫ്രണ്ടിലെ ആ ഒരു ഡിസൈനും ലുക്കും ലൈറ്റ്സും ഒക്കെ ലഭിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറ, റിവേഴ്സ് ക്യാമറ വരുന്നത്, അതൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ബാക്കി ആ ലുക്സ് വൈസ് വരുമ്പം ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ വരുമെന്ന് വെച്ചാൽ 7 ഇഞ്ചാണ് വരുന്നത്, മറ്റേത് 9 ഇഞ്ചാണ് വരുന്നത്. അതൊക്കെയാണ് ചെറിയ ഇതിന് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വണ്ടിയെക്കാട്ടി കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷോറൂം വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ നമ്പേഴ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Never break, always fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind, I could change, in my mind, pick a lane, commit and climb, the only way to win it life. I never miss, that's fact, taking big swings, put your hand to the bat, put me in the ring, you'll go out in a bag, cause I sing what I mean and I bring it to the mad light. Ain't got time to kill, I got time to feel, I took the red pill, I know life's short so I wanna live real, but how's it supposed to feel?